നിങ്ങളുടെ ബിസിനസ് ഒരു കോമ്പറ്റീഷൻ നേരിടുന്ന ഫീൽഡിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ ഒക്കെ നമ്മുടെ കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യുന്നത് പലപ്പോഴും പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കമ്പാരിസൺ ഒക്കെ നടത്തിയിട്ടാണ് അല്ലേ. പക്ഷേ അല്ലെങ്കിൽ നല്ല അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്ത് നമ്മൾ കഷ്ടപ്പെട്ട് പിടിച്ചുകൊണ്ട് വരുന്ന എൻക്വയറീസ് ക്ലയൻസായി മാറുന്നതിൻ്റെ തൊട്ട് മുമ്പ് ആരെങ്കിലും വന്ന് പ്രൈസ് അവിടെ ചവിട്ടി താത്തി നിങ്ങളുടെ സർവീസ് അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ സെയിൽസ് അവിടെ നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ്, ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് പ്രൈസ് കുറച്ചിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇൻഡസ്ട്രി ഡിമാൻഡ് ആയിട്ടുള്ള ഒരു പ്രൈസിങ് ഉണ്ടാവും, ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. അതിന് താഴെ നമ്മൾ ഒരു പ്രൈസ് ഇട്ട് നമ്മുടെ പ്രോഡക്റ്റ് സർവീസ് ആര് സെയിൽ ചെയ്താലും അതൊരു പരിധിക്കപ്പുറം ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് കോസ്റ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ്റെ ആണെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ്, ഓപ്പറേഷൻ കോസ്റ്റ്, മാർക്കറ്റിംഗ് കോസ്റ്റ്, അങ്ങനെ സാലറി, റെൻറ്റ്, ഇതെല്ലാം മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹ്യൂജ് എമൗണ്ടിലുള്ള വർക്കുകൾ നമ്മൾ പിടിക്കണം, അല്ലെങ്കിൽ അത്രയും വലിയ ഒരുപാട് പ്രോഡക്ട്സ് വിൽക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മളെ പ്രോഡക്ട്സ് അല്ലെ സർവീസ് പെട്ടെന്ന് വിറ്റ് പോകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റർ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പ്രൈസ് താത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഈ പ്രൈസ് താത്തി കൊടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് അധികകാലം സ്കെയിൽ അപ്പ് ചെയ്ത് പോവില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? മാർക്കറ്റിൽ കസ്റ്റമർക്ക് നമ്മുടെ പ്രോഡക്റ്റ് സർവീസിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളൊരു കസ്റ്റമറുടെ മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എൻക്വയറിയുടെ മുമ്പിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ല സർവീസ് നിങ്ങളവിടെ സെയിൽ ചെയ്യാൻ പോകുമ്പോൾ കസ്റ്റമർ തീർച്ചയായിട്ടും നിങ്ങളോട് പറയും, അല്ലെ കസ്റ്റമർ ആവാൻ പോകുന്ന വ്യക്തി നിങ്ങളോട് പറയും, അവരുടെ പ്രൈസ് ഇത്രയും വരുന്നില്ലല്ലോ, അത്രയും പ്രൈസ് ഉണ്ടോ ഇതിന്, നിങ്ങളുടെ മറ്റ് കമ്പനികൾ ഇത്രയും പ്രൈസ് ഇവിടെ ഇട്ടല്ലല്ലോ ഇത് വിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഓപ്ഷൻ, ആദ്യം ഞാൻ പറഞ്ഞ പോലെ അവരെ കൺവിൻസ് ചെയ്യാം. ഫസ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്രൈസ് ഉണ്ട്, ആ പ്രൈസിൽ താഴ്ത്തി ഇവിടെ ആർക്കും ഒരു പ്രോഡക്റ്റോ സർവീസോ സെയിൽ ചെയ്യാൻ സാധിക്കില്ല. കാര്യം ഇതിന് ഒരുപാട് കോസ്റ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ നമ്മളൊരു വാച്ച് വിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പേന വിൽക്കുന്നതിന് പ്രൊഡക്ഷൻ കോസ്റ്റ്, അതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ്, ലേബർ ചാർജ്, മാർക്കറ്റിംഗ് എക്സ്പെൻസ്, അങ്ങനെ ട്രാവലിംഗ് എക്സ്പെൻസ്, അങ്ങനെ ഒരുപാട് എക്സ്പെൻസസ് ഉണ്ട്. അപ്പോൾ ഇത് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹ്യൂജ് ലെവൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഹ്യൂജ് ലെവൽ സർവീസ് സെയിൽ ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലോ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ടായിരിക്കും ഇതിൻ്റെ പ്രൈസ് താത്തി കൊടുക്കുന്നത്. ക്വാളിറ്റി ഇല്ലാത്ത ഒരു പ്രോഡക്റ്റും സർവീസും ഫ്യൂച്ചർ ഉണ്ടാവില്ല എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ റേറ്റ് താത്തി വിൽക്കുന്ന നിങ്ങളുടെ കോമ്പറ്റീറ്റർ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ കസ്റ്റമറെ കൺവിൻസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്വാളിറ്റി ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ്. സോ ഓൾ ദ ബെസ്റ്റ്.